നമസ്തേ, എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്കയും കടലയും കൂടിയും വെച്ചിട്ടുള്ള ഒരു മസാലക്കറിയാണ്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ, കടച്ചക്കയുണ്ട്. ഇതിൽ കടല ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കടല നന്നായിട്ട് വേവിച്ചു. അതിൽ ഞാൻ പിന്നെ കടച്ചക്ക കുറച്ചിട്ടിട്ടുണ്ട്. അപ്പൊ കടലയും കടച്ചക്കയും കൂടി ഉള്ളൊരു മസാലക്കറി. ഇത് ചോറിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പൊ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് ഞാൻ കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവിക്കുകയാണ്. അപ്പൊ ഓൾറെഡി ഞാൻ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോ പിന്നെയും കടച്ചക്ക കടലയുടെ കൂടെ തന്നെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ വല്ലാണ്ട് കുഴയും. അപ്പൊ കടല വേവിച്ച ശേഷം വീണ്ടും ആ കുക്കറിൽ തന്നെ ഞാൻ കടച്ചക്ക വേവിക്കുകയാണ് കേട്ടോ. അപ്പോ ഞാനത് ചെയ്യുകയാണ്. അപ്പൊ അതിനു വേണ്ടി ഞാൻ കുക്കർ ഓൺ ചെയ്ത് വെച്ചു. അപ്പൊ ഒരു വിസിൽ മതി കടച്ചക്കയുടെ വേവ് കേട്ടോ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. അതിന്റെ കൂടെ തന്നെ കടലയുടെ നമുക്ക് ഈ കടച്ചക്ക കടലക്കറിയുടെ മസാല ഉണ്ടാക്കാം. അപ്പൊ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടില്ലേ നിങ്ങള്, ഒരു കടായി, അതായത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ എന്തൊക്കെയാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇടുകയെന്ന് കേട്ടോ. ഓക്കെ, കടായി വെച്ചു. ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. കാരണം കുറച്ച് മസാല നമുക്ക് ഇതിനുള്ള മസാലകൾ റെഡിയാക്കണം. ഇത് തേങ്ങയൊന്നും ചേർക്കാതെ ഉള്ള ഒരു മസാലക്കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണത് നിങ്ങൾക്ക് കാണാം. ഞാൻ കുറച്ച് പെരിഞ്ജീരകം ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അടുത്തത് ചെയ്യണത് നമ്മള് സാധാരണ കടുക് വറുക്കണം പോലെ കടുക് വറുക്കണം. കണ്ടില്ലേ, പെരിഞ്ജീരകം ഇട്ടു, കുറച്ച് കടുക് ഇട്ടു, പിന്നെ കുറച്ച് മുളക് ഇടണം. വറ്റൽ മുളക് ഇട്ടു. അപ്പൊ അതൊന്ന് കടുക് പൊട്ടട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പുറത്ത് ഞാൻ ഒരു വിസിൽ കേട്ടോ, കടച്ചക്കയ്ക്ക് ഒരു വിസിലിന്റെ കറക്റ്റ് ആണ് കേട്ടോ കുക്കിംഗ് ടൈം. കടച്ചക്ക കുക്കറിൽ ഒരു വിസിലാണ് കറക്റ്റ് കുക്കിംഗ് ടൈം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഒരു വിസിൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത് കണ്ടില്ലേ, ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ വെച്ചിട്ടുള്ളത് ഇതാ, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കൈപ്പിടി ചെറിയ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ മസാലകൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് അപ്പപ്പോ പറഞ്ഞുതരാം. ഇപ്പൊ കണ്ടില്ലേ, ഇതിപ്പോ കടുക് പൊട്ടണു, പെരിഞ്ജീരകവും കടുകും ഒക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങി. അപ്പൊ ഇതൊന്ന് പൊട്ടിയ ശേഷം നമുക്ക് കരിവേപ്പില ഇട്ടിട്ട് ഈ മസാലകൾ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോഴേക്കും ഇത് വന്നിട്ടില്ല കേട്ടോ, വിസിൽ വന്നിട്ടില്ല, വെച്ചിട്ടല്ലേ ഉള്ളൂ ഇപ്പൊ. അപ്പൊ അതങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ആവട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പൊ കടു പൊട്ടിത്തുടങ്ങി, ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് കേട്ടോ. പൊട്ടിയിട്ട് ജീരകവും അതെ, പെരിഞ്ജീരകമാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ടു. അതിനുശേഷം ഞാൻ ഈ വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ ഇടുന്നത്. അതൊന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആവണം. ഇത് ഞാൻ ഇഞ്ചിയൊക്കെ ഇടുന്നത് കടലയും അതുപോലെ തന്നെ കടച്ചക്കയും നല്ല ഗ്യാസാണ്. അപ്പൊ ഗ്യാസ് പ്രോബ്ലം ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടുന്നത് കേട്ടോ. പിന്നെ ടേസ്റ്റും നന്നായിട്ട് വരാണ്. അപ്പൊ അതൊന്ന് ഫ്രൈ ആവട്ടെ. ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊന്ന് ചെറിയ രീതിയിൽ വെളുത്തുള്ളി ഒന്ന് ബ്രൗണിഷ് കളറാവുമ്പോൾ നമുക്ക് ഇഞ്ചി ഇടാം. ഇതൊന്ന് ഫ്രൈ ആവട്ടെ കേട്ടോ, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പത്തെ ഞാൻ കുക്കർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് പ്രഷർ വരാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഇതും ഒരു ബ്രൗണിഷ് കളറായി. അപ്പൊ ഞാൻ ഈ ചെറിയുള്ളി, സവാള വേണമെന്നില്ല, ചെറിയുള്ളി ഒരു പിടി ഇട്ടാൽ മതി. ടേസ്റ്റ് കൂടുതൽ ചെറിയുള്ളി തന്നെയാണ്. അപ്പൊ ഞാൻ കുറച്ച് ചെറിയുള്ളി ഒരു പിടിയോളം എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു 10-20 എണ്ണം വരുമായിരിക്കും. അതും
നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്യുക കേട്ടോ. ആ ചോപ്പറിൽ ചോപ്പ് ചെയ്തതാണ്. അപ്പൊ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. അതിന്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്നാവും. ഓക്കെ, അപ്പൊ അത് ഫ്രൈ ആവട്ടെ. അപ്പൊ ഇതാ കണ്ടില്ലേ, ഇത് ഒന്ന് ഫ്രൈ ആയി തുടങ്ങി. അവിടെ കുക്കറും ഒരു വിസിലടിച്ചു. അപ്പൊ ഞാൻ കുക്കർ ഓഫ് ചെയ്യാണ്. കറക്റ്റായി കടച്ചക്കയുടെ വേവ്. ഇവിടെ ഞാൻ ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇതൊരു ബ്രൗണിഷ് കളറായി തുടങ്ങിട്ടോ. അപ്പൊ നമുക്കിനി മസാലകൾ ഇടാം. കണ്ടില്ലേ, ഒരു ബ്രൗണിഷ് കളറായി തുടങ്ങി. അപ്പൊ ആ ഉള്ളിയുടെ ഒരു പച്ചമണമൊക്കെ പോയി തുടങ്ങി. അപ്പൊ ഞാൻ എടുക്കട്ടെ. ഇനി മസാലകൾ ഇടാം നമുക്ക്. അതായത് നമുക്ക് ഇനി ഇടേണ്ട മസാലകൾ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ മല്ലിയും മുളകും കൂടി പൊടിച്ച മസാലയാണ് ഇടാറ്. അപ്പൊ അതാണ് ഞാൻ ഇടേണ്ടത്. കണ്ടോ, ഞാൻ മിക്സിയിൽ ഇപ്പൊ പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ കുറച്ച്. അപ്പൊ മല്ലി മുളകും കൂടി പൊടിച്ചു വെച്ചതാണ്. അപ്പൊ ആ മസാല ഞാൻ ഇടുകയാണ് കേട്ടോ. ഒരു 4-5 സ്പൂൺ ഇടണം. എന്നാലേ ഞാൻ പറഞ്ഞു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മസാലപ്പൊടി കുറഞ്ഞ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതിട്ടു ഞാൻ. എന്നിട്ടൊന്ന് ഇളക്കുകയാണ്. അപ്പൊ ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഓക്കെ, കണ്ടില്ലേ. ഇനി ഞാൻ ചെയ്യുന്നത്, ഇത് ഗരം മസാല, അതും പൊടിച്ചു വെച്ചതാണ്. അപ്പൊ ഞാൻ ആ ഗരം മസാലയും കൂടി ഇതിലേക്ക് 1 സ്പൂൺ ഇടുന്നു കേട്ടോ. കൂടുതൽ വേണ്ട, 1 സ്പൂൺ. ഇത് വാങ്ങിച്ചതല്ല, ഞാൻ പൊടിപ്പിച്ചതാണ്. നമ്മള് തന്നെ പൊടിപ്പിച്ചതാണ് കേട്ടോ. അപ്പൊ ഇതും ഒന്ന് നന്നായിട്ട് ഒന്ന് ആ പച്ചമണം പോണ വരെ ഒന്ന് ഇത് ഫ്രൈ ആക്കുക കേട്ടോ. ഞാൻ സിമ്മിൽ വെച്ചേക്കുകയാണ്. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ കുറച്ച് വെള്ളം ഇട്ടേ. അപ്പൊ ഇതിന്റെ പച്ചമണം മാറിയിട്ടുണ്ട്. മസാലകളൊക്കെ ഇട്ടതിന്റെ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. മസാല ഇട്ടപ്പോ ചുമ വന്നു, അതാണ്. ഓക്കെ, മസാലയിൽ വെള്ളം ഒഴിച്ചപ്പോഴേ. ഓക്കെ, ഇതിപ്പം ആയി ഓൾമോസ്റ്റ്. പക്ഷെ ഇതൊന്ന് തിളക്കട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ മസാലക്കറി നന്നായിട്ട് തിളച്ചു തുടങ്ങി. അപ്പൊ നല്ല ചൂടുണ്ട് കുക്കറിന്. അപ്പൊ ഞാൻ കുക്കർ ഒന്ന് എടുക്കട്ടെ അവിടുന്ന്. എന്നിട്ട് ഞാൻ കുക്കർ തുറന്നിട്ട് ഈ കടലയും കപ്പയും, കപ്പയല്ല കേട്ടോ, കടച്ചക്ക കൂടി ഞാൻ ഇതിലിട്ടു. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മസാലക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതില് മെയിൻ ആയിട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ്, ഇതിന്റെ ടേസ്റ്റ് കൂട്ടാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കണം. കണ്ടില്ലേ, ഈ തേങ്ങാപ്പാല് ഇതിന്റെ എല്ലാ ആ ഒരു ഉപ്പും മുളകും എല്ലാം ഒന്ന് പ്രപ്പോർഷനിലാക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചത്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള കടച്ചക്ക മസാലക്കറി റെഡി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.